ബികോം BBA MCOM MBA പോലെയുള്ള കൊമേഴ്സ് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് പഠിക്കാനുള്ള ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന സബ്ജക്റ്റിലെ സോഴ്സ് ഓഫ് ഫിനാൻസ് എന്ന് പറയുന്ന പാർട്ടുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഇന്നോവേറ്റീവ് സോഴ്സസ് എന്നതിലെ ലീസ് ഫിനാൻസിങ് എന്ന് പറയുന്ന ഒരു ഏരിയ ആണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നേരത്തെ നമ്മൾ സോഴ്സ് ഓഫ് ഫിനാൻസ് എന്ന് പറയുന്ന പാർട്ടിലെ ഷെയർ, ഡിബെഞ്ചർ, അതേപോലെ ടേം ലോൺ എന്നീ കൺസെപ്റ്റുകളെക്കുറിച്ച് ഡിസ്കസ് ചെയ്തിരുന്നു. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ആ ക്ലാസ്സുകൾ കൂടെ വാച്ച് ചെയ്യുക. അതേപോലെ എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഈ ക്ലാസ്സുകൾ അയച്ചു കൊടുക്കുക. നമുക്ക് നേരിട്ട് ക്ലാസ്സിലേക്ക് പോകാം. ലീസ് ഫിനാൻസിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഓക്കെ, എന്താണ് ലീസ് ഫിനാൻസിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? അതായത് ലീസ് ഫിനാൻസിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ കോൺട്രാക്റ്റ് ബിറ്റ്വീൻ ഓണർ ഓഫ് ദി അസറ്റ്, ഒരു അസറ്റിൻ്റെ ഓണറും അതേപോലെ തന്നെ യൂസർ ഓഫ് ദി അസറ്റും തമ്മിലുള്ള ഒരു കോൺട്രാക്റ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ലീസ് ഫിനാൻസിങ് എന്ന് പറയുന്നത്. ഓക്കെ, ഒരു അസറ്റ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു? അതിൻ്റെ യൂസറിനോട് നമ്മൾ ഒരു കൺസിഡറേഷന് പകരമായിട്ട് എന്ത് ചെയ്യാണ്? വാങ്ങിക്കുകയാണ്. ഇപ്പോൾ ലീസിംഗ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ കോൺട്രാക്റ്റ് ബിറ്റ്വീൻ ദി ഓണർ ഓഫ് ദി അസറ്റ് ആൻഡ് യൂസർ ഓഫ് ദി അസറ്റ് വെയർ ബൈ ഓണർ ഓഫ് ദി അസറ്റ് ഗിവ്സ് ഇറ്റ് ടു ദി യൂസർ ഫോർ എ കൺസിഡറേഷൻ. ഓക്കെ, ഒരു കൺസിഡറേഷന് പകരമായിട്ട് എന്ത് ചെയ്യുന്നു? ഓണർ ഇതിൻ്റെ യൂസർക്ക് ഉപയോഗിക്കാൻ വേണ്ടി കൊടുക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഓണറിനെ നമ്മൾ പറയുക ലെസ്സർ എന്നാണ് പറയാം. ഓക്കെ, ഇത് ഉപയോഗിക്കുന്ന ആൾ, ദി യൂസർ ഓഫ് ദി അസറ്റ് നമ്മൾ പറയുന്നത് ആരാണ്? ലെസ്സി എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ലെസ്സർ, ലെസ്സി. ഓക്കെ, ആരാണോ ഓണർ അയാളെ ലെസ്സർ എന്ന് പറയും. ആരാണ് യൂസ് ചെയ്യുന്നത് അവരെ എന്ത് പറയും? ലെസ്സി എന്ന് പറയും. അപ്പോൾ ലീസിങ്ങിൻ്റെ കേസിൽ അസറ്റ് യൂസ് ചെയ്യാൻ ദി ലെസ്സി ഹാസ് ടു പേ കൺസിഡറേഷൻ ടു ദി ലെസ്സർ. ലെസ്സി എന്ത് ചെയ്യണം? ലെസ്സർക്ക് ഒരു കൺസിഡറേഷൻ കൊടുക്കണം. ഈ കൺസിഡറേഷനെ നമ്മൾ പറയുക ലീസ് റെൻ്റൽ വാല്യൂ എന്നുള്ളതാണ് പറയുക, ലീസ് റെൻ്റൽ വാല്യൂ. അപ്പോൾ ലീസ് ഫിനാൻസിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ കോൺട്രാക്റ്റ് ബിറ്റ്വീൻ ദി ഓണർ ഓഫ് ദി അസറ്റ് ആൻഡ് ദി യൂസർ ഓഫ് ദി അസറ്റ് വെർ ദി ഓണർ ഓഫ് ദി അസറ്റ് ഗിവ്സ് ഇറ്റ് ടു ദി യൂസർ ഫോർ എ കൺസിഡറേഷൻ. ഓക്കെ, ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഈ ലീസിങ്ങിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്നുള്ളതാണ്. ഫീച്ചേഴ്സ് ഓഫ് ലീസിങ്. ഓക്കെ, ലീസ് ഫിനാൻസ് ഈസ് എ കോൺട്രാക്റ്റ്. ലീസ് ഫിനാൻസ് എന്ന് പറയുന്നത് എന്താണ്? ഒരു കോൺട്രാക്റ്റ് ആണ്. രണ്ടാമത്തത് ലീസ് കോൺട്രാക്റ്റ് സ്പെസിഫൈ ദി പീരീഡ് ഓഫ് കോൺട്രാക്റ്റ്. എത്ര പീരീഡിലേക്കാണ് എന്ന് എന്ത് ചെയ്യും? സ്പെസിഫൈ ചെയ്യും, വ്യക്തമാക്കും എന്നുള്ളതാണ്. ഇനി മൂന്നാമത്തത് ദി പാർട്ടീസ് ടു ദി കോൺട്രാക്റ്റ് ആർ ലെസ്സർ ആൻഡ് ലെസ്സി. ഓക്കെ, ഒരു ലീസിങ്ങിൻ്റെ കോൺട്രാക്റ്റിലുള്ള ആളുകളെ നമ്മൾ പറയുന്നത് ലെസ്സറും ലെസ്സിയും, രണ്ടാളുകളാണ് വരുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ, അസറ്റ് ആർ ബോട്ട് ബൈ ലെസ്സർ അറ്റ് ദി റിക്വസ്റ്റ് ഓഫ് ദി ലെസ്സി. നോർമലി ലെസ്സർ ചെയ്യുന്നത് എന്താണ്? ലെസ്സിയുടെ റിക്വസ്റ്റ് പ്രകാരം അസറ്റുകൾ വാങ്ങിക്കുന്നു, എന്നിട്ട് ലെസ്സിക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ദി ലെസ്സി യൂസസ് ദി അസറ്റ്. ലെസ്സിയാണ് അസറ്റ് ഉപയോഗിക്കുന്നത്. ദി ലെസ്സി പേസ് ദി ലീസ് റെൻ്റൽ ടു ദി ലെസ്സർ. ലെസ്സി എന്ത് ചെയ്യുന്നു? ലെസ്സർക്ക് ലീസ് റെൻ്റ് കൊടുക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് ലീസിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, അപ്പോൾ ലെസ്സറും ലെസ്സിയും തമ്മിലുള്ള കോൺട്രാക്റ്റിനെയാണ് നമ്മൾ ലീസിങ് എന്ന് പറയുന്നത്. ഇനി ലീസ് എന്നതിനെ മെയിനായിട്ട് രണ്ടായിട്ടാണ് ക്ലാസിഫൈ ചെയ്യുന്നത്. രണ്ട് രൂപത്തിലാണ് ലീസ് ഉള്ളത്. ഒന്ന് ഫിനാൻഷ്യൽ ലീസും മറ്റൊന്നെന്താണ്? ഓപ്പറേറ്റിംഗ് ലീസുമാണ്. ലീസ് മേ ബി ഫിനാൻഷ്യൽ ലീസ്, മറ്റൊന്നെന്താണ്? ഓപ്പറേറ്റിംഗ് ലീസാണ്. ഫിനാൻഷ്യൽ ലീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഫിനാൻഷ്യൽ ലീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദി ലെസ്സർ പർച്ചേസസ് ദി അസറ്റ് റിക്വയർഡ് ബൈ ദി ലെസ്സി ആൻഡ് ലീസസ് ഇറ്റ് ഔട്ട് ടു ദി ലെസ്സി. ഓക്കെ, ലെസ്സിയുടെ എന്താണ് റിക്വയർമെൻറ്റ് പ്രകാരം ലെസ്സർ അസറ്റ് വാങ്ങിച്ചിട്ട് ലെസ്സിക്ക് കൊടുക്കുന്നു. ഓക്കെ, ദി അസറ്റ് ഈസ് ലീസ്ഡ് ഔട്ട് ഫോർ എൻ്റയർ എക്കണോമിക് ലൈഫ്. അതായത് മൊത്തം എന്ത് ചെയ്യുന്നു? എക്കണോമിക് ലൈഫിൽ ആ ലെസ്സിക്ക് ലെസ്സർ ഉപയോഗിക്കാൻ കൊടുക്കുകയാണ്. അപ്പോൾ ഇൻ ദി കേസ് ഓഫ് ഫിനാൻഷ്യൽ ലീസ് ദി ലെസ്സി ഈസ് റെസ്പോൺസിബിൾ ഫോർ മെയിൻ്റനൻസ്. ഇവിടെ മെയിൻ്റനൻസിനും അതേപോലെ റിപ്പയറിങ്ങിനും ടാക്സസിനും ഇൻഷുറൻസിനും എല്ലാത്തിനും റെസ്പോൺസിബിൾ ആകുന്നത് ആരാണ്? ലെസ്സിയാണ്. അപ്പോൾ ഫിനാൻഷ്യൽ ലീസ് എന്ന് പറഞ്ഞാൽ ലെസ്സർ ലെസ്സിയുടെ ആവശ്യപ്രകാരം അസറ്റ് വാങ്ങിയിട്ട് ലെസ്സിക്ക് എന്ത് ചെയ്യുന്നു? എക്കണോമിക് എൻ്റയർ ലൈഫിൽ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് കൊടുക്കുന്നു. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട അസറ്റുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ മെയിൻ്റനൻസ്, റിപ്പയറിങ് വർക്കുകൾ ചെയ്യേണ്ടത് ആരാണ്? ഇവിടെ ലെസ്സിയാണ്. എന്നാൽ ഓപ്പറേറ്റിംഗ് ലീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പറേറ്റിംഗ് ലീസ് റെഫേഴ്സ് ടു ഹയറിംഗ് ഓഫ് എൻ എക്വിപ്മെൻറ്റ് ഫോർ എ പീരീഡ് ഓഫ് 3 to 5 years.
3 to 5 ഇയേഴ്സ് പീരീഡിലേക്ക് നമ്മളൊരു എക്വിപ്മെൻറ്റിനെ ഹയർ ചെയ്യുന്ന സിസ്റ്റമാണ് ഓപ്പറേറ്റിംഗ് ലീസിൽ ചെയ്യുന്നത്. ഓക്കെ, അതായത് നോർമലി ഇത് നടക്കുന്നത് പോപ്പുലർ ആയിട്ട് നടക്കുന്ന ഓഫീസ് എക്വിപ്മെൻറ്റുകൾ, അതേപോലെ വെഹിക്കിൾസ്, ഇങ്ങനെയുള്ള ഷോർട്ട് സ്പാൻ ഓഫ് ടൈമിലേക്ക് ആവശ്യമായിട്ട് വരുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇവിടെ ഈ ഒരു ലീസിൻ്റെ കേസിൽ ജനറലി ദി ലെസർ ഹു ഈസ് റെസ്പോൺസിബിൾ ഫോർ ദി മെയിൻ്റനൻസ് ആൻഡ് അതർ റിക്വയർമെൻറ്റ് ഓഫ് ദി അസറ്റ്. ഒരു അസറ്റുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ റിക്വയർമെൻറ്റും മെയിൻ്റനൻസ് വർക്കുകളും എല്ലാം റിപ്പയറിംഗ് വർക്കുകളൊക്കെ ചെയ്യേണ്ട ഉത്തരവാദിത്തം ആർക്കായിരിക്കും? ലെസർക്ക് ആയിരിക്കും. നേരത്തെ ഫിനാൻഷ്യൽ ലീസിൽ നമ്മൾ പറഞ്ഞത് എന്തായിരുന്നു? അസറ്റ് ലെസർ വാങ്ങിക്കുന്നു ആരുടെ പിന്നെ റിക്വസ്റ്റ് പ്രകാരം, ലെസ്സിയുടെ റിക്വസ്റ്റ് പ്രകാരം, എന്നിട്ട് ലെസ്സിക്ക് എന്ത് ചെയ്യുന്നു? നമ്മൾ ലീസിന് കൊടുക്കുന്നു. ഇവിടെ ചെയ്യുന്നത് എന്താണ്? ഓപ്പറേറ്റിംഗ് ലീസിൽ ഒരു എക്വിപ്മെൻറ്റ് എന്ത് ചെയ്യാണ്? ഹയർ ചെയ്യാണ്, വാടകയ്ക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഫോർ 3 to 5 ഇയേഴ്സ്. ഓക്കെ, 3 മുതൽ 5 വർഷം വരെ. ഓക്കെ, ഇത്തരം കേസിൽ ലെസർ ആയിരിക്കും എല്ലാ കാര്യങ്ങൾക്കും മെയിൻ്റനൻസ് വർക്കുകളൊക്കെ റെസ്പോൺസിബിൾ ആകുന്നത്. നേരത്തെ ഫിനാൻഷ്യൽ ലീസിൽ ലെസ്സി ആയിരുന്നു റെസ്പോൺസിബിൾ ആകുന്നത്. ഇനി ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ എന്താണ് ഫിനാൻഷ്യൽ ലീസ്. ഈ ഫിനാൻഷ്യൽ ലീസിൻ്റെ ടൈപ്സ് ആണ് നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത്. ഫിനാൻഷ്യൽ ലീസ് 3 തരത്തിൽ വരും. ഡയറക്റ്റ് ലീസ് വരും, സെയിൽ ആൻഡ് ലീസ് ബാക്ക് വരും, ലിവറേജ്ഡ് ലീസ് വരും. ഓക്കെ, ഇത്തരത്തിൽ 3 കേസാണ് വരുന്നത്, 3 ടൈപ്പാണ് വരുന്നത്. അതിൽ ഒന്നാമതാണ് ഡയറക്റ്റ് ലീസ്. ഡയറക്റ്റ് ലീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എന്ത് ചെയ്യുന്നു? മാനുഫാക്ചറർ ഓഫ് ദി അസറ്റ് ഓർ ഫിനാൻസ് ഫേം അല്ലെങ്കിൽ ലീസിംഗ് ഫേം ലീസസ് ദി അസറ്റ് ഡയറക്ട്ലി ടു ലെസ്സി. ഇവിടെ ഡയറക്ട്ലി എന്ത് ചെയ്യാണ്? ഒരു മാനുഫാക്ചറിങ് കമ്പനി അല്ലെങ്കിൽ ഒരു ലീസിംഗ് ഫേം ഡയറക്ട്ലി ഒരു ലെസ്സിക്ക് എന്ത് ചെയ്യാണ്? ലീസ് ചെയ്യാണ്. ഓക്കെ, ഒരു അസറ്റ് ലീസ് ചെയ്യാണ്. ഇതിനെ നമ്മൾ ഡയറക്റ്റ് ലീസ് എന്ന് പറയും. ഓക്കെ, ഇനി രണ്ടാമത്തെ ടൈപ്പ് വരുന്നത് എന്താണ്? സെയിൽ ആൻഡ് ലീസ് ബാക്ക് ലീസ് ആണ്. ഓക്കെ, എന്ന് പറഞ്ഞാൽ സെല്ലർ ഗെറ്റ്സ് ക്യാഷ് ഫ്രം ദി സെയിൽ ഓഫ് ദി അസറ്റ്. അതായത് നോർമലി നമ്മൾ സെയിൽ ചെയ്യുന്നത് പോലെ സെയിൽസിന് നമുക്ക് പണം കിട്ടും. പക്ഷേ ഇത്തരം ടൈപ്പ് ഓഫ് ലീസിൽ ആൻ അഗ്രിമെൻറ്റ് ഈസ് മെയ്ഡ് വേർ ദി അസറ്റ് ഓൺഡ് ബൈ ദി ഫേം ഈസ് സോൾഡ് ടു ലീസിംഗ് കമ്പനി ആൻഡ് ആഫ്റ്റർ ദാറ്റ് ദി അസറ്റ് ഈസ് ടേക്കൺ ബാക്ക് ഓൺ ലീസ് ഫ്രം ദി ലീസിംഗ് കമ്പനി. ഓക്കെ, നമ്മളൊരു ലീസിംഗ് കമ്പനി എന്ത് ചെയ്യുന്നു? ലീസിംഗ് കമ്പനി ഇവിടെ അസറ്റ് സെയിൽ ചെയ്യുന്നു, എന്നിട്ട് ആഫ്റ്റർ ദാറ്റ് ദി അസറ്റ് ഈസ് ടേക്കൺ ബാക്ക് ഓൺ ലീസ് ഫ്രം ദി ലീസിംഗ് കമ്പനി. ഓക്കെ, എന്നിട്ട് പിന്നീട് എന്ത് ചെയ്യുന്നു? അതിനുശേഷം നേരെ തിരിച്ച് ലീസിംഗ് കമ്പനി നിന്നും എന്ത് ചെയ്യുന്നു? അതിനെ തിരിച്ച് അസറ്റ് വാങ്ങിക്കുന്നു. ഈ ഒരു സിസ്റ്റമാണ് സെയിൽ ആൻഡ് ലീസ് ബാക്ക് സിസ്റ്റം എന്ന് പറയുന്നത്. സെയിൽ ചെയ്ത് തിരിച്ചെടുക്കുക എന്നുള്ള രൂപത്തിൽ സെയിൽ ചെയ്യുന്നതാണ് എന്ത്? സെയിൽ ആൻഡ് ലീസ് ബാക്ക് എന്ന് പറയുന്നത്. ഇനി മൂന്നാമത്തെ പറഞ്ഞത് ലിവറേജ്ഡ് ലീസ് ആണ്. ലിവറേജ്ഡ് ലീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് എൻ അറേഞ്ച്മെന്റ് അണ്ടർ വിച്ച് ദി ലെസർ ബോറോ ഫണ്ട് ഫ്രം ബാങ്ക്. ഒരു ബാങ്കിൽ നിന്നും ഫണ്ട് ബോറോ ചെയ്യുന്നു അല്ലെങ്കിൽ ഫിനാൻസ് കമ്പനിയിൽ നിന്നും ആൻഡ് ബൈസ് അസറ്റ്, എന്നിട്ട് നമ്മൾ അസറ്റ് വാങ്ങിക്കുന്നു. ഓക്കെ, ആ അസറ്റ് നമ്മൾ ലീസിന് കൊടുക്കുന്നു. ഈ ഒരു ലീസ് ചെയ്തതിൻ്റെ ഔട്ട് ഓഫ് ദി ലീസ് റെൻറ്റ് റിസീവ്ഡ് ഫ്രം ദി ലെസ്സിയിൽ നിന്ന് കിട്ടുന്ന ലീസ് റെൻറ്റ് എന്ത് ചെയ്യുന്നു? ദി ലോൺ ഈസ് റീപെയ്ഡ് ബൈ ദി ലെസർ ആ ഒരു എമൗണ്ട് കൊണ്ട് ലോണിനെ റീപേയ്മെൻറ്റ് നടത്തുന്നു. അപ്പോൾ ലിവറേജ് ലീസ് എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യുന്നു? ആരാണോ ലെസർ, ആ ലെസർ ഒരു ബാങ്കിൽ നിന്നോ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്നോ പണം ബോറോ ചെയ്യുന്നു, അതിന് അസറ്റ് വാങ്ങിക്കുന്നു, എന്നിട്ട് ലീസിന് കൊടുക്കുന്നു. എന്നിട്ട് ലീസ് റെൻറ്റ് കിട്ടുമ്പോൾ ആ ലീസ് റെൻറ്റ് ലോണ് തിരിച്ചെടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നു. ഈ ഒരു സിസ്റ്റമാണ് എന്ത്? ലിവറേജ്ഡ് ലീസ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഇതിൽ പഠിക്കുന്നത് ഫിനാൻഷ്യൽ ലീസും അതേപോലെ ഓപ്പറേറ്റിംഗ് ലീസും തമ്മിലുള്ള ഡിഫറൻസസ് എന്തൊക്കെയാണെന്നുള്ളതാണ്. ഫിനാൻഷ്യൽ ലീസ് പൊതുവേ എന്താണ്? ലോങ് പീരീഡിലേക്കാണ്, ലോങ് ടേം ആയിരിക്കും. ഓപ്പറേറ്റിംഗ് ലീസ് എന്ന് പറയുന്നത് എന്താണ്? ഷോർട്ട് ടേം ആണ്. ഓക്കെ, ഫിനാൻഷ്യൽ ലീസ് ലോങ് ടേം ആണ്, എന്നാൽ ഓപ്പറേറ്റിംഗ് ലീസ് എന്താണ്? ഷോർട്ട് ടേം ആണ് എന്നുള്ളതാണ്. ഇനി ഫിനാൻഷ്യൽ ലീസ് നോൺ ക്യാൻസലബിൾ ആണ്. ഓക്കെ, നമുക്ക് ക്യാൻസൽ ചെയ്യാൻ പറ്റില്ല, എന്നാൽ ഓപ്പറേറ്റിംഗ് ലീസ് ക്യാൻസലബിൾ ആണ് എന്നുള്ളതാണ്. ഇനി ഫിനാൻഷ്യൽ ലീസ് പീരീഡ് എന്താണ്? ഈക്വൽ ടു ലൈഫ് ഓഫ് ദി അസറ്റ് ആണ്. എന്നാൽ ഓപ്പറേറ്റിംഗ് ലീസിൽ ലീസ് പീരീഡ് എന്ന് പറയുന്നത് ലെസ് ദാൻ ലൈഫ് ഓഫ് ദി അസറ്റ് ആണ്. ആ ലൈഫ് ഓഫ് ദി അസറ്റിനേക്കാണ് കുറവായിരിക്കും. ഇനി ഫിനാൻഷ്യൽ ലീസിൽ റിപ്പയർ, മെയിൻ്റനൻസ്, ഇൻഷുറൻസ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പേയ്മെൻറ്റ് നടത്തുന്നത് ലെസ്സിയാണ്. ഓക്കെ, ഇവിടെ ഫിനാൻഷ്യൽ ലീസിൽ കൊടുക്കുന്ന ആരാണ്? ലെസ്സിയാണ് പേയ്മെൻറ്റ് നടത്തുന്നത് എന്നുള്ളതാണ്. എന്നാലോ ഓപ്പറേറ്റിംഗ് ലീസിൽ ദീസ് ആർ ബോൺ ബൈ ദി ലെസർ. ഓപ്പറേറ്റിംഗ് ലീസിൽ ഇവിടെ ലെസർ ആണ് എന്ത് ചെയ്യുന്നത്? പേയ്മെൻറ്റ് നടത്തുന്നത്. ഇനി ഫിനാൻഷ്യൽ ലീസിൽ അസറ്റ് ഈസ് സെലക്റ്റഡ് ബൈ ദി ലെസ്സി.
ഫിനാൻഷ്യൽ ലീസിൽ അസറ്റ് സെലക്ട് ചെയ്യുന്നത് ആരാണ്? ലെസി തന്നെയാണ് അസറ്റ് സെലക്ട് ചെയ്യുന്നത്. എന്നാൽ ഓപ്പറേറ്റിംഗ് ലീസിലോ അസറ്റ് ഈസ് സെലക്റ്റഡ് ബൈ ലെസർ. അസറ്റ് സെലക്ട് ചെയ്യുന്നത് ലെസർ ആണ് ഓപ്പറേറ്റിംഗ് ലീസിൽ. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് ഫിനാൻഷ്യൽ ലീസും ഓപ്പറേറ്റിംഗ് ലീസും തമ്മിലുള്ള ഡിഫറൻസ് വരുന്നത്. ഇനി ഇതിൽ നമ്മൾ നോക്കുന്നത് അഡ്വാൻറ്റേജസ് ഓഫ് ലീസ് ഫിനാൻസിങ് ആണ്. ലീസിംഗ് ഫെസിലിറ്റേറ്റ് ദി അക്വിസിഷൻ ഓഫ് എക്വിപ്മെൻറ്റ്, പ്ലാന്റ്, മെഷീനറി വിത്തൗട്ട് ദി നെസസറി ക്യാപിറ്റൽ ഔട്ട്ലേ. ലീസിങ് പ്രൊവൈഡ് ചെയ്യുന്നത് എന്താണ്? നമുക്ക് നല്ല വലിയൊരു മൂലധനം ക്യാപിറ്റൽ ഇല്ലാതെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വലിയ മെഷീനറികളും പ്ലാന്റുകളും എക്വിപ്മെൻറ്റുകളും വാങ്ങിക്കാൻ സാധിക്കുമെന്നുള്ളതാണ് ലീസിങ്ങിലൂടെ. ഓക്കെ, രണ്ടാമത്തത് ഇറ്റ് ഫെസിലിറ്റേറ്റ് ദി യൂസ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ ഫോർ അതർ പർപ്പസ്. ഓക്കെ, നമ്മുടെ വലിയ എമൗണ്ടുകൾ നമുക്ക് എന്ത് ചെയ്യാണ്ട എക്വിപ്മെൻറ്റ് അല്ലെങ്കിൽ മെഷീനറി വാങ്ങിക്കാൻ വേണ്ടി ചിലവാക്കേണ്ട ആവശ്യം വരാത്തത് കൊണ്ട് തന്നെ വർക്കിംഗ് ക്യാപിറ്റലിനെ വേറെ കാര്യങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്നു എന്നുള്ളതാണ്. ഇനി ദ റിസ്ക് ഓഫ് ഒബ്സലൻസ് ക്യാൻ ബി ഷിഫ്റ്റഡ് ടു ലെസർ. അതായത് ഒരു മെഷീനറി അല്ലെങ്കിൽ ഒരു എക്വിപ്മെൻറ്റിൽ ഉണ്ടാകുന്ന റിസ്കുകൾ അതെന്ത് ചെയ്യാൻ പറ്റും? ലെസർക്കാണ് അതിൻ്റെ പ്രശ്നങ്ങൾ, റിസ്കുകൾ ഉണ്ടാകുന്നത് ലെസിക്ക് ഇല്ലാതെ ആകും എന്നുള്ളതാണ്. ഓക്കെ, എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു സ്ഥാപനം നടത്തുമ്പോൾ നമ്മളൊരു മെഷീനറിയോ അങ്ങനെയുള്ള എക്വിപ്മെൻറ്റുകളോ വാങ്ങിക്കഴിഞ്ഞാൽ അതിലുണ്ടാകുന്ന പ്രശ്നങ്ങളും കാര്യങ്ങളും അവിടെ നമ്മൾ നോക്കേണ്ടതായിട്ട് വരും. പക്ഷേ നമ്മൾ ലീസിന് എടുക്കുന്നതാണെങ്കിൽ അത് ലെസർ നോക്കിക്കോളും എന്നുള്ളതാണ്. ഇനി ഇറ്റ് ഈസ് ചീപ്പർ ദെൻ ലോൺ ഫ്രം കൊമേഴ്ഷ്യൽ ബാങ്ക്. കൊമേഴ്ഷ്യൽ ബാങ്കിൽ നിന്നും നമ്മൾ ലോൺ എടുക്കുന്നതിനേക്കാളും ചീപ്പറാണ് ലീസ് ഫിനാൻസിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താരതമ്യേന ഇതിന് കോസ്റ്റ് കുറവാണ് എന്നുള്ളതാണ്. And it provides finance without diluting the control of the promoters. Small firms cannot buy too many equipment and facilities. Hence, leasing is convenient alternative for the firm. ചെറിയ ഫേമുകൾക്ക് വലിയ മെഷീനറിയും എക്വിപ്മെൻ്റ് ഒക്കെ വാങ്ങിക്കുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ ലീസ് ഫിനാൻസിങ്ങിലൂടെ എളുപ്പത്തിൽ ഇത്തരത്തിലുള്ള എക്വിപ്മെൻറ്റുകളും മെഷീനറികളും വാങ്ങിക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. അടുത്ത 7th one, it enables the lessee to acquire huge capital equipment without ഡാമേജിങ് ദെയർ ഫിനാൻഷ്യൽ പ്ലാൻ. ലെസിക്ക് എന്ത് ചെയ്യാൻ പറ്റും? നല്ല ഹ്യൂജ് ക്യാപിറ്റൽ എക്വിപ്മെൻറ്റുകൾ വാങ്ങിക്കാൻ പറ്റും എന്നുള്ളതാണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് ലീസ് അറേഞ്ച്മെൻറ്റ് ആർ ഹൈലി ഫ്ലെക്സിബിൾ. ഇവിടെ ലീസ് കോൺട്രാക്റ്റ് അല്ലെങ്കിൽ ലീസ് അറേഞ്ച്മെൻറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഹൈലി ഫ്ലെക്സിബിൾ ആണ് എന്നുള്ളതാണ്. ഇനി ലീസിങ് ഹെൽപ്സ് ദി മാനേജ്മെൻറ്റ് ടു അണ്ടർടേക്ക് എക്സ്പാൻഷൻ ആൻഡ് ഡൈവേഴ്സിഫിക്കേഷൻ. മാനേജ്മെൻറ്റിന് നമ്മുടെ ബിസിനസ്സിനെ എക്സ്പാൻഡ് ചെയ്യാനും അല്ലെങ്കിൽ ഡൈവേഴ്സിഫിക്കേഷൻ നടത്താനും ഹെൽപ്പ് ചെയ്യും എന്നുള്ളതാണ്. അതേപോലെ ഇറ്റ് ഓഫേഴ്സ് ബാലൻസ് ഷീറ്റ് അഡ്വാൻറ്റേജ്. അതായത് ഇറ്റ് എൻഹാൻസസ് ദി കമ്പനീസ് ഫിനാൻഷ്യൽ റേഷ്യോ. കമ്പനിയുടെ ഫിനാൻഷ്യൽ റേഷ്യോ എന്ത് ചെയ്യുന്നു? അത് എൻഹാൻസ് ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ബാലൻസ് ഷീറ്റ് അഡ്വാൻറ്റേജ് ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് മറ്റൊന്ന് വരുന്നത്. ഇനി ഇതിൻ്റെ ദോഷങ്ങളാണ്, ഡിസഡ്വാൻറ്റേജസ് ആണ്. ഓക്കെ, അതിലൊന്നാമത്തതാണ് ദി ഓണർഷിപ്പ് ഓഫ് ദി അസറ്റ് റിമെയിൻ വിത്ത് ദി ലെസർ. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ലീസിങ്ങിൽ ഓണർഷിപ്പ് ഒരിക്കലും ലെസ്സിക്ക് കൊടുക്കുന്നില്ല, ലെസർക്ക് തന്നെയായിരിക്കും എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ അത് ഒരു ഡിസഡ്വാൻറ്റേജ് ആണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം ഡിസഡ്വാൻറ്റേജ് ആയിരിക്കും, എന്നാൽ കൊടുക്കുന്ന ആൾക്കാർക്ക് അഡ്വാൻറ്റേജ് ആണ്. അപ്പോൾ ഡിസഡ്വാൻറ്റേജ് ആണ് വരുന്നത്. ഇനി ലോങ് ടേം ലീസ് ഈസ് ജനറലി മോർ എക്സ്പെൻസീവ് ടു ലെസ്സി. ലോങ് ടേം ലീസ് എന്ന് പറയുന്നത് കുറച്ചെന്തായിരിക്കും? എക്സ്പെൻസീവ് ആയിരിക്കും എന്നുള്ളതാണ് മറ്റൊന്ന് വരുന്നത്. ദെൻ ദി ലെസ്സി നെവർ ബിക്കംസ് ദി ഓണർ ഓഫ് ദി അസറ്റ്. ലെസ്സി ഒരിക്കലും ഈ അസറ്റിൻ്റെ ഓണർ ആകുന്നില്ല എന്നുള്ളതാണ് മറ്റൊന്ന് വരുന്നത്. ഇനി മറ്റൊന്ന് വരുന്നത് ഇഫ് ദി ലെസ്സി മേക്സ് ഡീഫോൾട്ട് ഇൻ കംപ്ലൈൻറ്റ് വിത്ത് ദി ടേംസ് ആൻഡ് കണ്ടീഷൻ ഓഫ് ദി ലീസ് കോൺട്രാക്ട്. ലീസ് കോൺട്രാക്റ്റിൽ പറഞ്ഞ കാര്യങ്ങൾ പൂർത്തീകരിക്കാൻ ലെസ്സിക്ക് സാധിച്ചില്ലെങ്കിൽ ലെസർ മേ ടെർമിനേറ്റ് ദി ലീസ് ആൻഡ് ടേക്ക് ദി പൊസിഷൻ ഓഫ് ദി ലീസ്ഡ് അസറ്റ്. അങ്ങനെ ആകുമ്പോൾ ഈ അസറ്റ് തിരിച്ചെടുത്തുകൊണ്ട് ഈ ഒരു അഗ്രിമെൻറ്റിന് എന്ത് ചെയ്യും? ടെർമിനേറ്റ് ചെയ്യും ലെസർ എന്നുള്ളതാണ് മറ്റൊന്ന് വരുന്നത്. ദെൻ ദി ലീസ്ഡ് അസറ്റ് ഡു നോട്ട് ഫോം എ പാർട്ട് ഓഫ് ദി അസറ്റ് ഓഫ് ദി ലെസ്സി. ലെസ്സിയുടെ അസറ്റിൻ്റെ ഒരു ഭാഗമായിട്ട് ഒരിക്കലും ലീസ്ഡ് അസറ്റ് മാറുന്നില്ല എന്നുള്ളതാണ്. അതേപോലെ ലീസിങ് ഹെൽപ്സ് ഇൻ ഈസിങ് ദി പ്രോബ്ലം ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ ഈസ് എ മിത്ത്. റിയലി സ്പീക്കിംഗ്, ലീസിങ് ഡസ് നോട്ട് ഹെൽപ്പ് ദി റിക്വയർമെൻറ്റ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ ടു ദി ലെസ്സി. ഇറ്റ് മീൻസ് ഓൺലി ദി ഫിനാൻഷ്യൽ റിക്വയർമെൻറ്റ് ഓഫ് ബൈയിങ് അസറ്റ്. ലീസിങ് പ്രൊവൈഡ് ചെയ്യുന്നത് ഫിനാൻഷ്യൽ റിക്വയർമെൻറ്റ് ഓഫ് ബൈയിങ് അസറ്റാണ്.
ഒരു അസറ്റ്, ഒരു ലോങ് ടേം അസറ്റിനെ വാങ്ങിക്കാൻ, അല്ലെങ്കിൽ എക്വിപ്മെൻറ്റ് വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് ഹെൽപ്പ് ചെയ്യുന്നത്. ഒരിക്കലും വർക്കിംഗ് ക്യാപിറ്റലിന് എന്ത് ചെയ്യുന്നില്ല, ഹെൽപ്പ് ചെയ്യുന്നില്ല. ഓപ്പറേറ്റിങ്ങിന് എന്ത് ചെയ്യുന്നില്ല, ഹെൽപ്പ് ചെയ്യുന്നില്ല എന്നുള്ള. ഇനി ലീസിങ് ഇസ് ആൻ അഡീഷണൽ മീൻസ് ഓഫ് ഫിനാൻസിങ്. ലീസിംഗ് എന്ന് പറയുന്നത് ഒരു അഡീഷണൽ മീൻസ് ഓഫ് ഫിനാൻസിങ് ആണ്. അപ്പോൾ ഇത്രയുമാണ് ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജസ് വരുന്നത് ലീസ് ഫിനാൻസിങ് എന്നതിൻ്റെ. ഓക്കെ, ഇനി വരുന്ന ഇന്നോവേറ്റീവ് സോഴ്സസ് ഏതൊക്കെയാണെന്നുള്ളത് നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. വീണ്ടും കാണാം. താങ്ക് യു.